ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ പ്രാവിൻ്റെയും കോഴീൻ്റെയും പശുവിൻ്റെ ഒക്കെ ഒരു വിശേഷമാണ്. നമ്മളുടെ പശുക്കളായിട്ടിത്. പിന്നെ ഒരു പ്രാവ് അവിടെ ഇരിപ്പുണ്ട്. ഒരെണ്ണം ആ സൈഡിൽ ഇരിക്കേണ്ടിയാണ്, എവിടെ പോയെന്ന് അറിയില്ല. എനിക്ക് ഒരാണ് പിന്നെ ആ കനാലിക്കൊണ്ട് പൊക്കത്തൊരാളിരിപ്പുണ്ട്. അപ്പോൾ ഇത് കേട്ടോ കോഴീൻ്റെയും പ്രാവിൻ്റെ ഒക്കെ കൂട്. ഇത് മാത്രമല്ല വേറെ ഒരു കൂടുണ്ട്. അപ്പം ഞാൻ ക്ലേ ആക്കാൻ കാണുന്നത്. അപ്പോൾ നമ്മളൊരു പൂവൻ കോഴിയാണ്. ഇതിനടുത്ത് തന്നെ നമ്മളുടെ ചെറിയ മുട്ടയിടുന്ന ഈയിടെ മുട്ടയിടാൻ തുടങ്ങിയ പടിച്ചിക്കോഴികളാണ്. തൊപ്പി പടിച്ചിക്കോഴിയുണ്ട്, ഒരു മഞ്ഞക്കോഴിയുണ്ട്. ഇത് മാത്രമല്ല, വലിയവരുണ്ട്. അവർ വേറൊരു പൂവൻ കോഴീൻ്റെ കൂടെ പോയി ഇതിനെ തേക്കുന്നതല്ല, ആ പൂവൻ കോഴി ഇതിനെ കൊത്തി ഓടിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ബെല്ലേനെ കാണിച്ചാലും ബെല്ല വിളിക്കാം. ബെല്ല ഇതാട്ടോ കോഴീൻ്റെ വലിയ വീട്. ഇവിടെ അതിൽ നിന്ന് ഗെറ്റ് ഔട്ടാക്കി. അപ്പോൾ ആ ഒരു സൈഡിൽ അവർ നിൽക്കുന്ന ഒച്ചയാണ് കേട്ടത്. നമുക്കൊന്ന് അവിടെ ശരിയൊന്ന് വേണമെങ്കിലൊന്ന് പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് പോയി നോക്കി വെച്ചിട്ട് വരാം. കോഴീൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ ചെറുതായിട്ട് ക്ലിയർ ഇല്ലല്ലോ. എന്തോ ഇതാട്ടോ അവൾ മുട്ടയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ബാക്കി രണ്ടാളും നേരത്തെ മുട്ടയിട്ടു. അപ്പോൾ ഒരാൾ മാത്രമല്ല കേട്ടോ പോയേക്കുന്നത്. കുറേ ഇപ്പോൾ നമ്മളുടെ പഠിച്ചുകൊണ്ട് അവരുടെ പഠിച്ചിക്കോഴിയുണ്ട്. അവരുടെ ഒരേ പോലത്തെ നിറമുള്ള പഠിച്ചിക്കോഴി. പിന്നെ ഇവിടെ ഒരു ശകലം കിട്ടിയതുപോലെ കേട്ടോ. അതിൽ ആ ഓറഞ്ച് പടച്ചേൻ്റെ, ആ കറുത്ത പടച്ചേൻ്റെ, ആ ചാരപ്പടച്ചേൻ്റെ, പിന്നെ ആ കഴുത്തെ പപ്പില്ലാത്തൊരു പടച്ച കാണുന്നത്, അതൊക്കെ എൻ്റെ കേട്ടോ. അത് പിന്നെ അവൻ്റെയും കൂടെ നടക്കുന്നുണ്ട്, ആ കഴുത്തെ പപ്പില്ലാത്തതിൻ്റെ കൂടെ. അതാ എൻ്റെ കഴുത്തെ പപ്പില്ലാത്ത കരിങ്കോഴി പടച്ച്. അപ്പോൾ അവൻ നമ്മൾ വന്നതിൻ്റെ ദേഷ്യം കാണിക്കുന്നതാണ്. കൂന്ന് പൂവൻകോഴിയുടെ പിടച്ചികളെ ചവിട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഓടിയതിനെ ചവിട്ടിയായിരുന്നു കേട്ടോ പൂവൻ. സാധാരണ മുട്ടയിടാൻ തുടങ്ങിയാൽ ഒരു കനം വെക്കുമ്പോൾ പിന്നെ പൂവൻ ചവിട്ടിയാൽ ഇരുന്ന് കൊടുക്കും. പക്ഷേ ഇപ്പോഴും ഇവർക്ക് ഒരു വളർച്ച മര്യാദയ്ക്കൊന്നുമില്ല. അതിന് മുന്നേ പ്രായമായി. അങ്ങനെ അത്ര സൈസ് വെക്കുന്ന കോഴിയല്ല. എന്നാലും നമ്മളുടെ തീറ്റ കൊടുക്കലും നല്ല രീതിക്ക് തന്നെ തീറ്റാൻ കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുട്ടയിട്ടു. ഇവനാട്ടെന്നുണ്ട് അവൻ അടുത്തൊരു വീട്ടിലെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇവൻ കുഞ്ഞായതുകൊണ്ടാണ് ആ പൂവൻ കൊത്തുന്നത്. അല്ലെങ്കിൽ ഇവൻ കൊത്തിയാണ്. ഇവൻ ഇപ്പോൾ വേറെ വീട്ടിൽ നിന്നൊക്കെ വലിയ പൂവന്മാർ വന്ന് കൊത്തും. പക്ഷേ ഇത് എടുത്തെടുത്തായതുകൊണ്ട് അവൻ നേരത്തെ വന്നെന്ന് ഇവനറിയാം. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്നല്ലേ മേടിച്ച്. ഇതാ രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഗോതമ്പൊക്കെ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തൊപ്പി പിടിച്ച് ഒരു വീഡിയോയ്ക്കൊക്കെ നല്ല രീതിക്ക് പോസ്റ്റ് ചെയ്ത് തരും. ഉണ്ടോ റോസാ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചെടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെടികളൊക്കെ വേണമെന്നുള്ളവർ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ വെള്ളരിക്കുണ്ട്, കല്ലഞ്ചിറ, വളര് പോകുന്ന വഴിയിൽ ഒരു കല്ലഞ്ചിറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് കമ്മലപ്ലാവിലോട്ടുള്ള വഴിയിൽ ഒന്നെങ്കിൽ എൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ പപ്പേൻ്റെ പേര് ജോജി ചേട്ടൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ മതി. അപ്പോൾ ഓക്കെ. ഇതൊക്കെ ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറച്ച് കഴിയുമ്പോൾ ആകുമ്പോൾ നല്ലോണം പൂത്തോളും കേട്ടോ. അതിൻ്റെ ആ സൈഡിലാണ് ഇപ്പോൾ പൂവ് കുറേ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഓക്കെ. ഇപ്പോൾ ചെടിയൊക്കെ ഇന്ന് വരണ്ട് പോകുന്നൊരു സമയമാണ്. കണ്ടോ, ആ ഒരു അറ്റത്തൊക്കെയാണ് നിൽക്കുന്നത്. അവിടെ ഒരു ഫ്രണ്ട്
അവൻ്റെ കട നടത്തുന്നുണ്ട്. ഇത് ചില്ലി ചിക്കുമരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്താൽ എല്ലാവർക്കും എൻ്റെ ഒരു ശുഭദിനം. അപ്പോൾ ഇതാട്ടോ ചെടി, ഇതൊരു ഓർക്കിഡാണ്. വയലറ്റാണോ വൈറ്റാണോ ഒരു ഇതില്ല. ഇവിടെ വന്നിട്ട് പൂ പിടിച്ചില്ല, പൂ പിടിക്കാനായി വരുന്നതേ ഉള്ളൂ. നമ്മുടെ ചെറിയ ബട്ടൺസ് റോസ്. അയ്യോ, ഈ ചെടി ഞാൻ നല്ല മഞ്ഞൊക്കെ റോസ് കേട്ടോ. അതെ, നല്ല മഞ്ഞുള്ളത് ഞങ്ങൾ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. വലിയ റോസയാണ്. വലിയ വളർച്ച വെക്കുന്നതിന് മുന്നേ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി മാറ്റി, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ബോഗൈൻ വില്ലയൊക്കെ പിടിക്കുന്ന പോലെ പിടിച്ച് കയറും. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഇങ്ങനത്തെ സംഭവം എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ കോഴിക്കോട് സംഭവം നമ്മൾ ഇവിടെ ഒരു അതിൻ്റെ അടുത്ത് ഒരു ചെടി ഉണ്ട്. ഇത് തണ്ട് കൊണ്ട് വെച്ചുകൊണ്ടിട്ട്, ഇത് തൈ ആയതുകൊണ്ട് വെച്ചുകൊണ്ട് അങ്ങനെയാണ് തണ്ട് വെച്ചതിൻ്റെ കൊണ്ടാണ്. അപ്പോൾ ഇതൊരു പാത്തിയുണ്ട്. അതിനകത്ത് ഇപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഗോതമ്പ് കിട്ടിയതുകൊണ്ട് അങ്ങനെ സേഫായി. നമുക്ക് ഗോതമ്പ് കിട്ടാത്തതുകൊണ്ട് കോഴികൾ പക്ഷേ ഗോതമ്പ് കൊടുത്താലേ മുട്ട എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ കരിയാപ്പല ചെടിയും ചെടിക്കിപ്പോൾ ഇനിയും കുറേ ചെടി കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഉണ്ടോ, ചെടിയൊക്കെ ഇപ്പോൾ വെയിലായതുകൊണ്ട് അതിൻ്റേതായൊരു മങ്ങലൊക്കെ ഈ കാണുന്നത്. എനിക്ക് ഈ ഒരു ചെടി വൈറ്റ് കോല ഇങ്ങനെയാവുന്ന കേട്ടോ. ഇവിടെ വന്നിട്ട് ചെറുപ്പത്തിൽ തന്നെ ഇതായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ.